വരട്ടെ കാര്യങ്ങൾ പോരട്ടെ. പിന്നെ നിങ്ങൾ തെറ്റിക്കാൻ സാധ്യതയുള്ളത് ആ പ്രിസൈസ് ഡെഫിനിഷൻ ഓഫ് ലിമിറ്റ് ഉണ്ടല്ലോ. കേൾക്കുന്നുണ്ടോ കുട്ടികളെ? എന്താണ് പ്രിസൈസ് ഡെഫിനിഷൻ ഓഫ് ലിമിറ്റ്? നമ്മളത് കുറെ സമയം എടുത്ത് ചെയ്തൊരു സംഗതിയാണ്. ഓക്കെ, എന്താണ് പ്രിസൈസ് ഡെഫിനിഷൻ ഓഫ് ലിമിറ്റ് എന്ന് പറയുന്നത്? നമ്മൾ കുറെ സമയം ഒക്കെ എടുത്ത് ചെയ്തതാണ്. അതൊന്നും കൂടി പറഞ്ഞാലോ, പെട്ടെന്ന് പറഞ്ഞു പോവാം. ഓക്കെ, അവിടെ ആ പ്രിസൈസ് എന്ന് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരേണ്ടത് എന്താണ്? എന്ത് കണ്ടീഷനാണ്? രണ്ട് ചങ്ങാതിമാരുള്ള കണ്ടീഷനാണല്ലോ അത്. വലിയൊരു ചങ്ങാതി കൂടി ഉണ്ടല്ലോ, Delta greater than 0. ആ സംഗതിയെയാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്. അപ്പോ പ്രിസൈസ് ഡെഫിനിഷൻ മീൻസ് എപ്സിലോൺ ഡെൽറ്റ കണ്ടീഷൻ ആണ്. പ്രിസൈസ് ഡെഫിനിഷൻ മീൻസ് എപ്സിലോൺ ഡെൽറ്റ കണ്ടീഷൻ ആണ്. നമ്മൾ അതിലേക്ക് വരാം. ഓക്കെ, we say that limit x tends to a f of x equal to L എന്ന് പറയണമെങ്കിൽ, limit x tends to a f of x equal to L എന്ന് പറയണമെങ്കിൽ എന്താ പറഞ്ഞേക്കണേ? given epsilon Greater than 0. Epsilon greater than 0, there exists delta Delta greater than 0. Such that whenever 0 less than mod x minus a less than delta implies modulus fx minus L will be less than epsilon. കാണുന്നില്ലേ കുട്ടികളെ? എന്താണ് എഫ് എക്സ് ഡിഫൈൻഡ് ആയിരിക്കും. ഏല് വേണം നിർബന്ധമില്ല. എന്നാലും we say that limit x tends to f of x equal to L given epsilon greater than 0, there exists a delta greater than 0. Such that 0 less than modulus of x minus a less than delta implies that modulus of f of x minus a less than epsilon. ഇതാണ് എന്തിന്റെ ഡെഫിനിഷൻ? പ്രിസൈസ് ഡെഫിനിഷൻ ഓഫ് ലിമിറ്റ്. അവിടെ ഇങ്ങോട്ട് പ്രിസൈസ് എഴുതി വെക്കുക. എന്താണ് പ്രിസൈസ് ഡെഫിനിഷൻ ഓഫ് ലിമിറ്റ്? ഡെഫിനിഷൻ ഓഫ് ലിമിറ്റ്. ഇത് നമ്മുടെ സെക്ഷൻ എയിലത്തെ ഒരു ചോദ്യമാണ്. എന്തായിരിക്കും ചോദ്യം? Define precise definition of limit. Give the precise definition of the limit. കിട്ടിയോ? സർ കിട്ടി. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഇതുമായിട്ട് പെട്ടെന്ന് ചെയ്തു പോവാം. Prove that limit x tends to 3 2x equal to 6 by using precise definition. Limit x tends to 3 2x equal to 6. ഇത് നമുക്ക് വളരെ അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ മക്കളെ? ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് 3ലേക്ക് പോകുമ്പോൾ 2 into 3ലേക്ക് പോകും. അപ്പൊ എത്രയായിട്ട് അത് മാറും? അത് 6 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഗിവൺ നമുക്ക് എന്തുണ്ടാവാറുണ്ട്? ആരുണ്ടാവും? എപ്സിലോൺ ഉണ്ടാവും. ലെറ്റ് എപ്സിലോൺ ബി ഗ്രേറ്റർ ദാൻ 0 ഗിവൺ എന്ന് വിചാരിക്കുക. ഇനി നമുക്ക് ആരെ കണ്ടുപിടിക്കണം? ഡെൽറ്റനെ. എങ്ങനെയായിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്? f of x minus L less than epsilon ആവും എപ്പോ 0 less than mod x minus A less than delta. Okay, what is fx here? 2x ആണ് fx. പിന്നെ L എത്രയാ? 6 ആണ്. അപ്പൊ നമുക്ക് 2x minus 6 modulus of this less than epsilon ആവും അല്ലേ? അതാണ് വേണ്ടത്. അതനുസരിച്ചിട്ട് നമുക്ക് ഡെൽറ്റ ഉണ്ടാവണം. നമ്മുടെ കയ്യിലുള്ളത് എപ്സിലോൺ ആണ്. ഗിവൺ എപ്സിലോൺ കയ്യിലുള്ളത് എന്താണ്? എപ്സിലോൺ ആണ്. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? ഈ എപ്സിലോൺ അനുസരിച്ചിട്ട് ആരെക്കാൾ കുറവായിരിക്കണം? 2x minus 6 should be less than epsilon. Can you follow? എന്നിട്ട് നമുക്ക് എത്തേണ്ടത് എവിടേക്കാണ്? മോഡ് x minus 2 എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് എത്തേണ്ടത്. എന്തിലേക്ക് എത്തേണ്ടത്? mod x minus 2. അതിലേക്ക് എത്താനായിട്ട് നമുക്ക് ഇവിടെ 2 കോമൺ അല്ലേ? ഇതിന് നോക്കി x minus
3 അല്ലേ? എക്സ് മൈനസ് ത്രീ ആണ് സോറി. ഇവിടെ നമുക്ക് 2 കോമൺ അല്ലേ പിള്ളേരെ? ആ സർ. അപ്പൊ മോഡുലസ് ഓഫ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 എന്ന് നമുക്ക് എഴുതാം അല്ലേ? ലെസ് ദാൻ എപ്സിലോൺ അല്ലേ? ആ സർ. ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ മക്കളെ, മോഡ് എ ബി എന്ന് പറഞ്ഞാൽ മോഡ് എ ഇൻറ്റു മോഡ് ബി ആണ്. മോഡ് എ ഇൻറ്റു എന്താണ്? മോഡ് എ ഇൻറ്റു എന്താ? മോഡ് ബി ആണ്. കിട്ടിയോ? ആ സർ. അപ്പൊ മോഡുലസ് ഓഫ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മോഡുലസ് ഓഫ് 2 ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് 3 അല്ലേ? ആ സർ. Mod 2 into mod x minus 3 is less than epsilon. Can you follow? ആ സർ. But mod 2 is 2. Therefore, 2 into mod x minus 3 is less than epsilon. Okay? ആ സർ. That is mod x minus 3 less than epsilon by 2. Epsilon by 2. Can you follow? ആ സർ. ഇപ്പൊ നമ്മൾ എന്ത് പറയും? മോഡ് എക്സ് മൈനസ് നമുക്ക് ഇങ്ങനെ എക്സ് മൈനസ് ലെസ് ദാൻ ഡെൽറ്റ എന്നല്ലേ വേണ്ടേ? അതെ. ആ ഡെൽറ്റയുടെ സ്ഥാനത്ത് നമുക്ക് ആരെ കൊടുക്കാം? അപ്പോ മോഡ് എക്സ് Epsilon by മൈനസ് 3 2 ലെസ് ദാൻ ഡെൽറ്റയ്ക്ക് പകരം ആരെ കൊടുക്കാം? Epsilon by 2. Epsilon by 2. Or we will choose a number delta which is less than epsilon by 2 ആയി കുറച്ചും കൂടി സേഫ് ആയി നമ്മൾ എന്തായിരിക്കണം? ഡെൽറ്റ എപ്സിലോൺ ബൈ 2 ചെറുതായിരിക്കണം. Choose delta such that delta should be less than എന്തായിരിക്കുക? Less than എന്തായിരിക്കുക? എപ്സിലോൺ ബൈ 2. Epsilon by 2. അല്ലെങ്കിൽ നിങ്ങൾ എന്തെന്ന് തന്നെ പറഞ്ഞാൽ മതി, choose delta as a number up to epsilon by 2. ക്ലിയർ ആയോ? ആ സർ, ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ഇവിടെ? Therefore we have 0 less than mod x minus 3 less than delta implies that പറയൂ modulus of 2x minus 6 will be less than എന്തായിരുന്നുള്ളൂ? എപ്സിലോൺ ആവും. എപ്സിലോൺ ആയിരുന്നുള്ളൂ. മനസ്സിലായോ? ഇതാണ് എന്ത് ഡെഫിനിഷൻ? പ്രിസൈസ് ഡെഫിനിഷൻ. ക്ലിയർ ആയോ? ആ സർ, ക്ലിയർ ആയി. അപ്പൊ നമ്മള് ദിസ് ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് ഇത് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങണേ. പക്ഷെ കാരണം എന്താ? നമുക്ക് ഗിവൺ എപ്പോഴും ആരായിരിക്കും? എപ്സിലോൺ ആയിരിക്കും. എപ്സിലോൺ ആയിരിക്കും. Can you follow this step? ആ സർ. അവിടെ ഡെൽറ്റ തന്നെയാണോ കൊടുക്കണ്ടേ? ഏതിന്? മോഡ് എക്സ് മൈനസ് 3 ലെസ് ദാൻ ഡെൽറ്റ തന്നെ എഴുതിയാൽ മതി. നമ്മൾ ഡെൽറ്റ ചൂസ് ചെയ്ത് കഴിഞ്ഞില്ലേ? ആ ഓക്കെ. ചൂസ് എ നമ്പർ ഡെൽറ്റ സച്ച് ദാറ്റ് വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. ഓക്കെ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറയാം. എന്താണ് പറയാം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ബൈ 2. അല്ലെങ്കിൽ ഡെൽറ്റ ഈക്വൽ ടു എപ്സിലോൺ ബൈ 2 ആയാലും മതി. നമുക്ക് എന്ത് കിട്ടും? whenever ഇങ്ങനെയുള്ള എല്ലാ ഡെൽറ്റയ്ക്കും എന്ത് സംഭവിക്കും? മോഡ് 2x minus 6 ലെസ് ദാൻ എപ്സിലോൺ. മോൾ എന്താ ചോദിക്കാൻ കാരണം എന്താ? സാർ ഇവിടെ ഡെൽറ്റയ്ക്ക് പകരം എപ്സിലോൺ ബൈ 2 എന്ന് എഴുതേണ്ടതായിരുന്നു അല്ലേ? പക്ഷെ നമ്മുടെ ഡെഫിനിഷനിൽ ലെസ് ദാൻ ഡെൽറ്റ എന്നല്ലേ? മനസ്സിലായി. അപ്പൊ നമ്മൾ ഇവിടെ ഡെൽറ്റയുടെ പ്രിസൈസ് ആയിട്ട് പറയണം. എന്താണ് ഡെൽറ്റ? എന്താന്ന് കൃത്യമായിട്ട് പറയണം. എന്ത് പറയണം? ഡെൽറ്റ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് പറയണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? ഇപ്പൊ ഇവിടെ ടെക്സ്റ്റില് ഡെൽറ്റ ഈക്വൽ ടു എന്നാ പറഞ്ഞേക്കുന്നത്. ഏതാ സേഫ്? നിങ്ങൾക്ക് സുഖം ഏതാ? ഈക്വൽ ടു പറഞ്ഞാലും മതിയില്ലേ? ഈക്വൽ ടു പറഞ്ഞാലും മതി. ഈക്വൽ ടു പറഞ്ഞാൽ മതി. അപ്പൊ ഇഫ് ഡെൽറ്റ ഈക്വൽ ടു എപ്സിലോൺ ബൈ 2 whenever 0 less than mod x minus 3 less than delta implies that 2x minus 6 less than epsilon. ഇത് വന്നാ ചെയ്തോളൂ കുട്ടികളെ. ചെയ്തോളൂ. ഓക്കെ. ഇനി അടുത്ത ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിസൈസ് ഡെഫിനിഷൻ ഈസ് ബോർഡ് ഒന്ന് ക്ലീൻ ചെയ്യാൻ നോക്കിയതാ ഇടയ്ക്ക്. യെസ്. അടുത്ത പ്രോബ്ലം പെട്ടെന്ന് മുകളൊന്ന് പറഞ്ഞ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2. Limit x tends to 2. X square minus 2 equal to 2. Given. പറയേ given. സ്റ്റെപ്പ് എങ്ങനെയായിരിക്കും? എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. നമ്മൾ എന്ത് ചെയ്യും? സപ്പോസ് എന്ത് ചെയ്യാം? മോഡ് x square minus 2 should be less than എന്തായിരിക്കണം? എപ്സിലോൺ.
ലെസ് ദാൻ എപ്സിലോൺ. മക്കളെ ശരിയാവുന്നുണ്ടോ പിള്ളേരെ? ശരിയാവുന്നുണ്ട്. ശരിയാവുന്നുണ്ട്. ദാറ്റ് ഈസ് മോഡ് ആ, എക്സ് sir, സ്ക്വയർ okay. മൈനസ് 4 ലെസ് ദാൻ എപ്സിലോൺ. എന്താ പറഞ്ഞ മോളെ? ട്യൂനെ പുറത്തേക്ക് എടുക്കാം. അല്ല, ട്യൂനെ പുറത്തേക്ക് എടുക്കാം. ഒന്നും പറഞ്ഞ് ലാഗ് ആവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. കേട്ടില്ല എന്താ പറഞ്ഞേ? ഇതിന് മക്കളെ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2 ആക്കിക്കൂടെ പിള്ളേരെ? നോക്കി, നേരത്തെ പറഞ്ഞ സൂത്രം ഇവിടെ നടക്കണില്ല, നിങ്ങൾ ശ്രദ്ധിച്ചോ? കോമൺ എടുക്കാൻ പറ്റില്ല. കോമൺ എടുക്കാനുള്ള പരിപാടി ഇവിടെ നടക്കുന്നില്ല. ഇവിടെ പക്ഷെ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 4 വന്നിട്ട് നമ്മൾ ബലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ പണിയാവും. റൈറ്റാ? കിട്ടിയാ? എന്നിട്ട് നമ്മൾ മോഡ് എക്സ് മൈനസ് 2 ഇൻറ്റു സോറി, ഇപ്പൊ മോഡുലസ് ഓഫ് എന്തായിട്ട് മാറുന്നത്? മോഡ് എക്സ് മൈനസ് 2 ഇൻറ്റു മോഡ് എക്സ് പ്ലസ് 2 ലെസ് ദാൻ എപ്സിലോൺ ആവും. ഓക്കെ പിള്ളേര്? അപ്പൊ ഇതിൽ നമുക്ക് നമ്മുടെ ആവശ്യമുള്ള സാധനം ഇതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതാരാ? ഫസ്റ്റ് പാർട്ട് അല്ലേ? മോഡ് എക്സ് മൈനസ് 2 കിട്ടും. ഒരു വൃത്തിയായിട്ടവനോടെ കയറി ഇരിപ്പില്ല. ആരത്? മോഡ് എക്സ് പ്ലസ് 2 ഉണ്ട്. അപ്പൊ അവനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അങ്ങോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഈ ഡെൽറ്റ ഒരിക്കലും എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളായിരിക്കരുത്. ഒന്നുകൂടി പറയാം ഞാൻ. ഈ ഡെൽറ്റ എന്ന് പറയുന്നത് മോഡ് എക്സ് മൈനസ് 2 ലെസ് ദാൻ ഡെൽറ്റ, ആ ഒരു ഡിപ്പെൻഡൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ അല്ലാണ്ട് ഇവിടെ വന്നിട്ട് ഡെൽറ്റ ഈക്വൽ ടു ഞാൻ എപ്സിലോൺ ഡിവൈഡഡ് ബൈ 2 മോഡ് എക്സ് പ്ലസ് 2 എന്ന് പറയാൻ പറ്റില്ല. ക്ലിയർ ആയോ? കാരണം എന്താ? ഈ എക്സ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ആളല്ലേ മക്കളെ? എക്സ് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്? മാറിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അയാള് മൈനസ് 2ലേക്കൊക്കെ പോയാൽ പണി കിട്ടി അല്ലെ? പക്ഷെ 2ലേക്കാണ് പോകണത്, അതിലേക്ക് നമ്മൾ വരണേ. റൈറ്റ്? മൈനസ് 2ലേക്കൊക്കെ പോയിട്ട് വലിയ ആളാവും ഇല്ലേ പിള്ളേരെ? എക്സ് ആറിന്റെ അടുത്തേക്ക് വരുമ്പോ മൈനസ് 2ന്റെ അടുത്തേക്ക് വരുമ്പോ ഇത് 0ലേക്ക് പോവും അല്ലേ? അപ്പൊ നമ്മള് ഡെൽറ്റ കുഞ്ഞിതാവണമെന്ന് വിചാരിച്ചിട്ട് വെളുക്കാൻ തയ്ച്ച് പാണ്ടാവും. ഡെൽറ്റ വലുതാവൂലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ എക്സിനെ നമുക്കൊന്ന് റെസ്ട്രിക്ട് ചെയ്യണം. ഇനി എന്തിനെ റെസ്ട്രിക്ട് ചെയ്യേണ്ടി വരും? എക്സിനെ റെസ്ട്രിക്ട് ചെയ്യേണ്ടി വരും. സാധാരണഗതിയിൽ നമുക്ക് എന്താ വേണ്ടേ? മോഡ് എക്സ് മൈനസ് 2 പിള്ളേരെ ലെസ് ദാൻ ഡെൽറ്റയല്ലേ വേണ്ടേ? ലെസ് ദാൻ ഡെൽറ്റയല്ലേ വേണ്ടേ? ആ ഡെൽറ്റ എപ്പോഴും നമ്മൾ ലെസ് ദാൻ ഈക്വൽ ടു 1 ആയിട്ടല്ലേ മക്കൾ എടുക്കുക? കുഞ്ഞിതാണ്, 1നേക്കാൾ കുറവായിട്ടാണ് നമ്മൾ സാധാരണ സെലക്ട് ചെയ്യുക ഡെൽറ്റ. അപ്പൊ അതുകൊണ്ട് മോഡ് എക്സ് മൈനസ് 2 ലെസ് ദാൻ 1 ആയിരിക്കില്ല പിള്ളേരെ? ലെസ് ദാൻ ഡെൽറ്റ ആണ്. ഡെൽറ്റ ആരെക്കാൾ കുറവാണ്? 1നേക്കാൾ കുറവാണ്. അപ്പൊ അതുകൊണ്ട് മോഡ് എക്സ് മൈനസ് 2 ലെസ് ദാൻ എന്തായിരിക്കും? 1 ആയിരിക്കും. എന്താ ഉറപ്പില്ലാത്തേ? യെസ്. എന്നിട്ട് ഈ മോഡിനെ മാറ്റാൻ നമ്മൾ സൂത്രം ചെയ്യാറുണ്ട്. -1 ലെസ് ദാൻ എക്സ് മൈനസ് 2 ലെസ് ദാൻ 1 ആണ്. കേട്ടിട്ടുണ്ടോ? ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല. ലെസ് ദാൻ ഹലോ കേൾക്കാവോ? മോഡ് എക്സ് ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ആരുടെ ഇടയ്ക്ക് എടുക്കാം? മൈനസ് എക്കും എക്ക് ഇടയ്ക്കുക. മോഡ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാലോ എക്സ് -1നും ഇടയ്ക്ക്. അപ്പൊ മോഡ് എക്സ് മൈനസ് 2 ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാലോ ഇവിടെ എക്സിന് പകരം ആരാ? എക്സ് മൈനസ് 2 മൈനസ് 1നും 1നും ഇടയ്ക്കാണ്. എനിക്കിവിടെ എക്സിലേക്ക് ആക്കി കിട്ടാനായിട്ട് ഈ 2 പോണ്ടേ? ഇവിടുന്ന് -2 പോണ്ടേ? ഹലോ, ഈ -2 ഇപ്പുറത്തേക്ക് എടുത്തേ നോക്കുന്നത്. -2 ഇപ്പുറത്തേക്ക് വരുമ്പോ എന്താവും? പ്ലസ് ആവില്ലേ? ശരിയായോ? ഈ പറഞ്ഞത് ശരിയാണോ മക്കളെ? എല്ലാ ത്രൂ ഔട്ട് ഞാൻ എന്ത് ആഡ് ചെയ്തു? 2 ആഡ് ചെയ്തു. കിട്ടിയോ? ഉദ്ദേശം വളരെ വ്യക്തമാണ്. ഈ 2 വെട്ടിപ്പോട്ട് എനിക്ക് എക്സ് കിട്ടണം. എന്ത് കിട്ടി? 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 എന്ന് കിട്ടിയോ? അപ്പോ എക്സ് 1നും 3ക്ക് ഇടയ്ക്കാണ് കിടക്കേണ്ടത് അല്ലെ?
അതെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് x+2 സ്പെസിഫിക്കേഷൻ ആണ് അറിയേണ്ടത്. അപ്പൊ ഇതിന്റെ ത്രൂ ഔട്ട് രണ്ട് സൈഡിൽ എന്താ, മൂന്ന് സൈഡിൽ എന്താ ആഡ് ചെയ്യാം? +2 ആഡ് ചെയ്താൽ മതി. +2 ആഡ് ചെയ്യാം. 1+2 എത്രയാ? 3 ലെസ് ദാൻ x+2 ലെസ് ദാൻ 5 എന്ന് വരും. 5 എന്ന് കിട്ടും. ക്ലിയർ ആയോ? സർ. അപ്പോ x+2 ലെസ് ദാൻ എന്തെന്ന് കിട്ടും നമുക്ക്? 5 എന്ന് കിട്ടും. 5 എന്ന് കിട്ടും. ക്ലിയർ ആയോ? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, മോഡ് x+2 ലെസ് ദാൻ 5 എന്ന് പറഞ്ഞൂടെ? സർ പറയാം. x+2 ലെസ് ദാൻ 5 ആയാൽ മോഡ് x+2 എന്തായിരിക്കും? ലെസ് ദാൻ 5 ആയിരിക്കും. 5 ആയിരിക്കും. കാരണം അത് താഴെ 3 വിട്ട് താഴേക്ക് പോകുന്നില്ല. അപ്പൊ ഇങ്ങനെയും കൂടി ഒരു റെസ്ട്രിക്ഷൻ കൊടുത്താൽ മോഡ് x+2 ലെസ് ദാൻ 5 ആയിട്ട് റെസ്ട്രിക്ഷൻ കൊടുത്താൽ നമുക്ക് കൺക്ലൂഷൻ എങ്ങനെ പറയാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. പിള്ളേരെ, അപ്പൊ എന്തിലേക്ക് എത്തിയേക്കണ ഇപ്പൊ സാറ്? നമുക്കറിയാം മോഡ് x² - 4 ലെസ് ദാൻ എപ്സിലോൺ. ഇതിലേക്ക് എത്തിയല്ലോ. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് x - 2 into x+2 ലെസ് ദാൻ എന്തെന്ന് കിട്ടി? എപ്സിലോൺ കിട്ടി. മോഡ് x+2 ഏത് വരെ ആവുള്ളൂ? മാക്സിമം 5 വരെ ആവുള്ളൂ. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഈ മോഡ് x+2 പകരം എന്ത് കൊടുക്കുക? അതിന്റെ മാക്സിമം കൊടുത്താലും ആരെക്കാൾ കുറവായിരിക്കണം അത്? എപ്സിലോൺ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? മോഡ് ഓഫ് x - 2 into 5 ലെസ് ദാൻ എന്ത് കിട്ടും? എപ്സിലോൺ എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ കീ പോയിന്റ് മോഡ് x - 5 ആരെക്കാൾ കുറവായിരിക്കും? ഇപ്പോ മോഡ് x - 2 ലെസ് ദാൻ ആരായിരിക്കും? എപ്സിലോൺ ബൈ 5 ആയിരിക്കും. 5 ആയിരിക്കും. ക്യാൻ യു ഫോളോ? ക്ലിയർ ആയോ? മോഡ് x - 2 ലെസ് ദാൻ എപ്സിലോൺ ബൈ 5 ആയിരിക്കും. അപ്പൊ ഡെൽറ്റ ചോയ്സ് എന്താ? ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ എപ്സിലോൺ ബൈ 5. അല്ലെങ്കിൽ നേരിട്ട് തന്നെ പറയാം, ഈക്വൽ ടു ഡെൽറ്റ ഈക്വൽ ടു എന്തായിട്ട് എടുത്താൽ മതി മോളെ? പറയ്. എപ്സിലോൺ ബൈ 5. അല്ലെങ്കിൽ നമ്മൾ പറയാനുള്ള സേഫർ സൈഡ് എന്താ? ഡെൽറ്റ ഷുഡ് ബി എ നമ്പർ സ്മോളർ ദാൻ എപ്സിലോൺ ബൈ എപ്സിലോൺ 5. നിങ്ങൾ ഈക്വൽ ടു എടുത്താലും കുഴപ്പമില്ല, ലെസ് എടുത്താലും കുഴപ്പമില്ല. ക്ലിയർ ആയോ? ചൂസ് ഡെൽറ്റ ഈക്വൽ ടു എപ്സിലോൺ ബൈ 5. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും പിള്ളേരെ? മോഡുലസ് ഓഫ് x² - 4 ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 5. എപ്സിലോൺ എന്ന് കിട്ടും. Therefore ലിമിറ്റ് എന്തായി കുട്ടികളെ? റിക്വയർഡ് ലിമിറ്റ് എന്തായി? ലിമിറ്റ് x² - 2 as x tends to 2 equal to 4. സോറി 2 ആയി. എന്താ ഒരു ഗുമ്മില്ലാത്ത? എന്താ ഗുമ്മുണ്ടാ? അടുത്ത പ്രോബ്ലം ആണ് ലിമിറ്റ് x tends to പ്രിസൈസ് ഡെഫിനിഷൻ ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാനായിട്ടാണ്. ലിമിറ്റ് x tends to 0 x² + 1 ആണെന്ന് അറിയാം. അത് പ്രൂവ് ചെയ്യണം. വേഗം ഒന്ന് പറഞ്ഞേ. x² അല്ല, x³ ആണ്. x³ + 1. ലിമിറ്റ് x tends to 0 x³ + 1 equal to 1. വേഗം പറഞ്ഞ പിള്ളേരെ. fx ആരെവിടെ? x³ + 1. അത് മൈനസ് മൈനസ് ആരാ? എല്ലാരാ? 1 ആണ്. ദാറ്റ് ഷുഡ് ബി ലെസ് ദാൻ എപ്സിലോൺ. അപ്പോ തുടക്കത്തിൽ നമ്മൾ എന്ത് എഴുതണം? ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്ന് എഴുതണം കേട്ടാ. fx - L less than epsilon. That is mod x³ മകളെ mod x³ ലെസ് ദാൻ എപ്സിലോൺ. ഇനി mod ab ക്ക് ഇങ്ങനെ പ്രോപ്പർട്ടി ഉണ്ട്. mod a into mod b ആണ്. സാർ നേരത്തെ പറഞ്ഞു mod a into mod b ആണ്. അപ്പൊ mod x into x എന്തായിരിക്കും? mod x into mod x ആയിരിക്കില്ലേ കുട്ടികളെ? mod x ന്റെ സ്ക്വയർ ആയിരിക്കും.
അപ്പൊ മോഡ് ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ആരാ? മോഡ് എക്സ് സ്ക്വയർ ആണ് അല്ലേ കുട്ടികളെ? പറയൂ. അപ്പൊ മോഡ് എക്സ് ക്യൂബ് എന്തായിരിക്കും? മോഡ് എക്സ് ദ ഹോൾ ക്യൂബ് ആയിരിക്കും. അപ്പൊ ഇവിടെ എനിക്ക് ഈ മോഡ് എക്സ് ക്യൂബിനെ എങ്ങനെ എഴുതാം? മോഡ് എക്സ് ഹോൾ ക്യൂബ് എന്ന് എഴുതാം. ലെസ് ദാൻ എപ്സിലോൺ അല്ലേ? നമുക്ക് കിട്ടേണ്ടത് എക്സ് ടെൻസ് ടു സീറോ ആവുമ്പോ മോഡ് ഓഫ് എക്സ് മൈനസ് സീറോ അല്ലേ കിട്ടേണ്ടത്? ലെസ് ദാൻ ഡെൽറ്റ കിട്ടേണ്ടത്. അതെ. ദാറ്റ് ഈസ് മോഡ് എക്സ് ഷുഡ് ബി ലെസ് ദാൻ ഡെൽറ്റ എന്നാ കിട്ടേണ്ടത് അല്ലേ? അതെ. കാരണം എക്സ് മൈനസ് സീറോ എക്സ് ആണ്. അപ്പൊ ഇവിടെ മോഡ് എക്സ് ക്യൂബ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയാൽ നമ്മുടെ പ്രശ്നം തീർന്നു? മോഡ് എക്സ് കിട്ടിയ പ്രശ്നം തീർന്നു. അത് കിട്ടാനായിട്ട് നമുക്ക് ആ ക്യൂബിന് കൈകാര്യം ചെയ്താൽ പോരെ? അതെ. എന്ത് ചെയ്താൽ മതി? മോഡ് എക്സ് ഷുഡ് ബി ലെസ് ദാൻ രണ്ട് സൈഡിൽ എന്ത് എടുത്താൽ മതി? എപ്സിലോൺ ബൈ മോഡ് എക്സ് ഹോൾ സ്ക്വയർ അല്ലേ? അല്ല, അതല്ല പൊട്ടത്തരം. രണ്ട് സൈഡിൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു 1 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഒക്കെ എടുക്കുക കുട്ടികളെ. ക്യൂബ് റൂട്ട് 1/3 ചെയ്യണം. അതല്ല, അതന്നെ മോളെ, നീ പോലും. അപ്പൊ മോഡ് എക്സ് ഷുഡ് ബി ലെസ് ദാൻ epsilon raised to 1/3. 1/3. Therefore, we will choose this epsilon raised to 1/3 as delta. പരിപാടി കഴിഞ്ഞു. കിട്ടിയ? കിട്ടി. എന്നിട്ട് നമ്മൾ പറഞ്ഞു വെക്കണം എന്ത്? ഇഫ് എന്താണ്? 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് 0 ലെസ് ദാൻ ഡെൽറ്റ which is equal to നമുക്കറിയാം epsilon raised to എത്രയാ? 1/3 implies that modulus of x cube plus 1 minus 1 is less than എത്ര പിള്ളേരെ? less than epsilon. അല്ലേ? കിട്ടി. കൺഫ്യൂഷൻ പഠിച്ച് പണിക്ക് തരാ പണിയാക്കരുത്. റൈറ്റ്? ഹലോ. അപ്പൊ ഇവിടെ എന്ത് കാണേണ്ട വരിക ചെയ്തത്? നമുക്ക് മോഡ് എക്സ് ക്യൂബിന്റെ മോഡ് എക്സ് ഹോൾ ക്യൂബ് ലെസ് ദാൻ എപ്സിലോണിൽ നിന്ന് എനിക്ക് ആ മോഡ് എക്സിന്റെ വാല്യൂ കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ട വന്നേ? ക്യൂബ് റൂട്ട് എടുക്കേണ്ടി വന്നു. ക്യൂബ് റൂട്ട് കാണേണ്ട വന്നു. ഓക്കെ. ഇവിടെ എക്സ് സ്ക്വയർ വന്നാൽ എന്തായിരിക്കും മക്കള്? എക്സ് സ്ക്വയർ വന്നാൽ ഇവിടെ എക്സ് സ്ക്വയർ ആവും, ഇവിടെ സ്ക്വയർ ആവും. അപ്പൊ എന്താ ഉണ്ടാവുക? റൂട്ട് ഓഫ് എപ്സിലോൺ എടുക്കേണ്ടി വരും. റൈറ്റ്? അവിടെ ശ്രദ്ധിക്കേണ്ടത് പോസിറ്റീവ് റൂട്ട് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. എന്തെടുക്കുള്ളൂ? പോസിറ്റീവ് റൂട്ട്. കാരണം ബോത്ത് എപ്സിലോൺ ഡെൽറ്റ എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കും. 0. അപ്പൊ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 ആവണ്ടേ? അപ്പൊ അതുകൊണ്ട് അത് വെച്ചിട്ടാണല്ലോ നമ്മൾ ഈ എപ്സിലോൺ വെച്ചിട്ടാണല്ലോ ഈ ഡെൽറ്റ ഉണ്ടാക്കണേ. അതെ. അപ്പൊ സ്ക്വയർ റൂട്ട് കാണുമ്പോഴും ക്യൂബ് റൂട്ട് കാണുമ്പോഴും അതിന്റെ എന്ത് റൂട്ട് മാത്രമേ എടുക്കുള്ളൂ? നമ്മള് പോസിറ്റീവ് റൂട്ട് മാത്രമേ എടുക്കുള്ളൂ. അടുത്ത ഒരു പ്രിസൈസിലെ ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ബാങ്കിൽ ഉള്ളത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 2x square equal to 18. അറിയാലോ പിള്ളേരെ? 9 into 2 18 അല്ലേ? ഓക്കെ. എന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാല് എപ്സിലോൺ ഈക്വൽ ടു 0.1. എപ്സിലോൺ എത്രയാ? 0.1. എപ്സിലോൺ 0.1 ആണ്. ഫൈൻഡ് ഡെൽറ്റ കണ്ടുപിടിക്കണം. എപ്സിലോൺ 0.1 ആക്കിയിട്ട് ആരെ കണ്ടുപിടിക്കണം? ഡെൽറ്റനെ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ഇതുവരെ ചെയ്ത സാധനങ്ങൾ വാദ്യവൃന്ദത്തോടെ കേൾക്കാം എന്ന് പറഞ്ഞ പോലെയാണ്. ഇതുവരെ നമ്മള് വായുവിൽ പറയായിരുന്നു. ഇത് കൃത്യമായിട്ട് എപ്സിലോൺ ഇത്രയായാൽ ഡെൽറ്റ എത്രയാണ് എന്ന് കണ്ടുപിടിച്ച് കാണിച്ചു കൊടുക്കാന്നാണ് ഇവർ പറയണേ. എങ്ങനെയാ അതിന്റെ പ്രൊസീജിയർ എന്തായിരുന്നു ഒന്ന് പറഞ്ഞേ മക്കളെ? f of x മോഡുലസ് ഓഫ് f of x മൈനസ് l എടുക്കല്ലേ? അതെ. അപ്പൊ എങ്ങനെയാ എടുക്കുക? അത് പറഞ്ഞു തരൂ. 2x സ്ക്വയർ മൈനസ് 18 എടുക്കാം. എത്രയാന്ന് പറഞ്ഞേ? മോഡുലസ് ഓഫ് 2x സ്ക്വയർ മൈനസ് 18 എടുത്തു. നിങ്ങൾ പെട്ടെന്നൊന്ന് ചെയ്തു നോക്കിയേ. സാർ ഇവിടെ ഒരു പണിപ്പുരയിലാണ്.
പാനൽ മഷി കഴിഞ്ഞു. പെട്ടെന്നൊന്ന് ചെയ്ത് നോക്കൂ പിള്ളേരെ. നമുക്ക് sir. ഡെൽറ്റ വാല്യൂ ആണ് കിട്ടേണ്ടത്. Less than epsilon. Epsilon is equal to 0.1. That is 2 into x square minus 9 modulus of this less than 0.1. That is modulus x square minus 9 less than 0.1 divided by 2. 2 അപ്പുറത്തേക്ക് കൊണ്ടുപോയി. That is x minus 3 into x plus 3. അതിന്റെ മോഡുലസ് less than 0.1 by 2 എത്രയും മക്കളെ? 0.1 by 2. 1 by 2 0.5 ആണ്. 0.05 ആണ്. Mod x minus 3 into x plus 2, x plus 3 less than 0.05. ഇനി അടുത്ത സ്റ്റെപ്പ് പറയൂ പിള്ളേരെ. x minus 3 modulus of x minus 3 less than 1 കൊടുക്കുക. Modulus of x minus 3 less than 1 എന്ന് കൊടുക്കുക. വെരി ഗുഡ്. മോഡുലസ് ഓഫ് x minus 3 ലെസ് ദാൻ ഡെൽറ്റ ആണ് നമുക്ക് വേണ്ടത്. ആ ലെസ് ദാൻ ഈക്വൽ ടു ആരാ? 1 അല്ലേ? അതെ. അപ്പൊ എന്നിട്ട് നമുക്ക് ഇയാൾക്ക് പകരം പ്രതിഷ്ഠിക്കണം അല്ലെ? x plus 3 പകരം minus 1 less than x minus 3 less than 1. ശരിയല്ലേ? എന്നിട്ട് നമുക്ക് ശരിക്കും എന്താ വേണ്ട? x plus 3 അല്ലേ വേണ്ടേ മക്കളെ? x plus 3 മക്കളെ +6 ചെയ്താൽ എത്ര കിട്ടും? -1 plus 6 less than x minus 3 plus 6 less than 1 plus 6. Got it? That is 5 less than x plus 3 less than 7. Am I right? Yes, sir. അപ്പൊ നമുക്ക് ഇവിടെ ഓൾറെഡി പറയാം mod x plus 3 ആരെക്കാൾ കുറവായിരിക്കും? 7നേക്കാളും കുറവായിരിക്കും. 7നേക്കാൾ കുറവായിരിക്കും. അപ്പൊ എനിക്ക് mod x plus 3ക്ക് പകരം ഇതിന് 2 മോഡായിട്ട് എഴുതാൻ പറ്റും പിള്ളേരെ. mod of ab എന്താ? mod a into mod b ഉണ്ടല്ലോ. അപ്പൊ ഇത് 2 മോഡുലസ് ആയിട്ട് എഴുതി. ഈ മോഡുലസിന് പകരം എനിക്ക് എത്ര കൊടുക്കാം? mod x plus 3ക്ക് പകരം 7 കൊടുക്കാം. 7 കൊടുക്കാം. അപ്പോ modulus of x minus 3 into 7 is less than 0.05. ഇപ്പൊ കാര്യങ്ങൾ തീരുമാനത്തിലേക്ക് പെട്ടെന്ന് വരും. Therefore, ആരെ 7 അങ്ങോട്ട് കൊണ്ടുപോയാൽ പോരെ? mod x minus 3 less than 0.05 divided by 7. Calculator. 0.0071. 0.0071. അപ്പൊ അത്രയ്ക്കും കുഞ്ഞ് ഡെൽറ്റയെ നമുക്ക് കിട്ടണേ. ഡെൽറ്റ എത്രയാപ്പോ? 0.0071. അത് എഴുതി വെക്കുക. Therefore, epsilon delta equal to 0.0071. ചോദ്യ പേപ്പറിൽ അത് കുറച്ച് കുത്തിത്തിരിപ്പായിട്ട് വരാൻ സാധ്യതയുണ്ട് പിള്ളേരെ. ഹലോ, കേൾക്കണ്ട? ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് ചിലപ്പോ ഈ എപ്സിലോണിന് പകരം ഇ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ചിലപ്പോ കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും. എപ്സിലോൺ ഈക്വൽ ടു 0.1 സാറ് പറഞ്ഞില്ലേ? അത് ചിലപ്പോ ഇ എന്നൊക്കെയാ കൊടുത്തിട്ടുണ്ടാവുക.
ഓക്കെ സാർ. മനസ്സിലായി? ആ എന്നിട്ട് അവർ ആ ഇക്വേഷൻ കൊടുത്തതില് എപ്സിലോണും ഇ ആണ്, ഡെൽറ്റയും ഇ ആണ്. അപ്പൊ എന്ത് വൃത്തിയായിട്ടവന്മാരെ അവര് പിടികിട്ടിയോ? ഹലോ, ആ ഡെൽറ്റ നൊട്ടേഷൻ ഒരു പ്രാവശ്യം എഴുതിയിട്ടുണ്ട്, പിന്നെ എഴുതിയോടത്തൊക്കെ ഇന്ന് എഴുതി വെച്ചേക്കണേ. അപ്പൊ അതാത് സമയത്ത് അതാത് നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ കുട്ടികളെ. എഫ് ഓഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ അല്ലേ? ആ സാർ. ആ മോഡ് എക്സ് മൈനസ് എ ലെസ് ദാൻ എന്താണ്? ഡെൽറ്റയാണ്. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. എന്നിട്ട് ആ ചോദ്യം വായിച്ചു നോക്കിയാൽ മതി. ചിലപ്പോ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ പിന്നെ സ്ക്രൂട്ടനി ചെയ്യുന്ന ആള് ചിലപ്പോ ചോദ്യം തന്നെ കളയും, അല്ലെങ്കിൽ അത് എപ്സിലോൺ ഡെൽറ്റ ആക്കിയിട്ട് മാറ്റും. ടൈപ്പിംഗിൽ വന്നിട്ടുള്ള ഒരു എററാണ്. പിള്ളേരെ, നിങ്ങളിവിടെ ഇല്ലേ? കൂടെ ഇല്ലേ എന്റെ? ഇനി അടുത്തത് നമ്മൾ ഈ പ്രിസൈസ് ഡെഫിനേഷൻ ഉപയോഗിച്ചിട്ട്, സാർ അത് കാണാണ്ട് നിങ്ങളെ പഠിപ്പിച്ചതാണ് അന്ന്. ലിമിറ്റ് ഓഫ് എക്സ്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് ഓഫ് ദിസ് എഫ് എക്സ് പ്ലസ് ലിമിറ്റ് ഓഫ് ജി എക്സ്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ലിമിറ്റ് ഓഫ് ദി സം ഇസ് ഈക്വൽ ടു സം ഓഫ് ലിമിറ്റ്സ്. സം ഓഫ് ദി ലിമിറ്റ്സ്. ഇത് നമ്മൾ വളരെ കൃത്യമായിട്ടൊക്കെ ചെയ്ത പ്രോബ്ലം ആണ്. ഓർക്കുന്നുണ്ടോ? ഇതിന്റെ ലിമിറ്റ് എല്ലാന്ന് വിചാരിച്ചു. ഇതിന്റെ ലിമിറ്റ് എം ആണെങ്കിൽ എന്താന്ന് പ്രൂവ് ചെയ്തു നമ്മൾ? എൽ പ്ലസ് പറയും, എൽ പ്ലസ് എം ആണെന്ന്. ആ, എൽ പ്ലസ് എം ആണെന്ന് പ്രൂവ് ചെയ്തു. ക്ലിയർ ആയി ഉള്ളവരെ? അത് നമുക്ക് എന്ത് ഡെഫിനേഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്? പ്രിസൈസ് ഡെഫിനേഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. മക്കളെ, ഇത് ക്ലാസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാം. ലിമിറ്റ് ഓഫ് ദി സം ഇസ് ഈക്വൽ ടു സം ഓഫ് ദി ലിമിറ്റ്സ്. പറഞ്ഞേ, ലിമിറ്റ് ഓഫ് ദി സം ഇസ് ഈക്വൽ ടു സം ഓഫ് ലിമിറ്റ്സ്. സം ഓഫ് ദി ലിമിറ്റ്സ്. ഇതാണ് നമുക്ക് ചെയ്യേണ്ട പ്രോബ്ലം. അതിന് ആരുടെയൊക്കെ ലിമിറ്റ് തന്നിട്ടുണ്ട് നമുക്ക്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ആരാൾ തന്നിട്ടുണ്ട്? എല്ലാം തന്നിട്ടുണ്ട്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ജി ഓഫ് എക്സും എന്ത് തന്നിട്ടുണ്ട്? എം എന്ന് തന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരുടെ ലിമിറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും കൂടിയിട്ടുള്ള ലിമിറ്റ് എൽ പ്ലസ് എം ആണെന്ന് പ്രൂവ് ചെയ്യണം. ക്ലിയർ ആയോ? അതിന് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഫോർ 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് എ ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? മോഡുലസ് ഓഫ് എഫ് എക്സ് പ്ലസ് ജി എക്സ്. അതിൽ നിന്ന് ആരെ സബ്ട്രാക്ട് ചെയ്യണം? എൽ പ്ലസ് എം ഷുഡ് ബി ലെസ് ദാൻ എന്താവണം? ലെസ് ദാൻ എപ്സിലോൺ ആവണം. ക്ലിയർ ആയോ? ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. Can you follow? Yes, sir. അപ്പൊ ഗിവൺ എപ്സിലോൺ നമ്മുടെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളപ്പോ ലെഫ്റ്റ് സൈഡിനെ എടുക്കുക. അതിന്റെ ലെഫ്റ്റ് സൈഡ് എന്താ മക്കളെ? ഇവിടെ സോറി, ഈ ഭാഗം എന്താണ്? മോഡുലസ് ഓഫ് എഫ് എക്സ് പ്ലസ് ജി എക്സ് മൈനസ് എൽ മൈനസ് എം അല്ലെ കുട്ടികളെ? ആ സാധനം എടുത്തു. ഇതിന് നമുക്ക് എഫ് എക്സിന്റെ ലിമിറ്റ് എൽ ആണെന്ന് അറിയാലോ. അപ്പൊ എഫ് എക്സിന്റെ ചേർത്ത് ആരെ എഴുതുക? എല്ലിനെ എഴുതാം. എഫ് എക്സ് മൈനസ് എൽ പ്ലസ് മൈനസ് എം മൈനസ് എം എന്ന് എഴുതാം. രണ്ടെണ്ണാക്കിയിട്ട് എഴുതാം. ഈസ് ഇറ്റ് ക്ലിയർ? ഇനി നമുക്ക് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. മോഡുലസ് ഓഫ് എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ പ്ലസ് മോഡ് ബി എന്നാണ്. എന്താണ് മോഡുലസ് ഓഫ് A plus B less than or equal to modulus of A plus modulus of B. നമുക്ക് ഏത് നമ്പർ എടുത്ത് ചെയ്താൽ പിന്നെ രണ്ട് പോസിറ്റീവ് നമ്പർ ആണ് എയും ബി എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും പ്രൂവ് ചെയ്യാനില്ല. അപ്പൊ 2ഉം 3ഉം 5 അല്ലേ മക്കളെ? ഈക്വൽ ആയിരിക്കും. അപ്പൊ എന്താ? ഇവിടെ 2, ഇവിടെ 2, 3, 2, 3, 5. അപ്പൊ ഈക്വാളിറ്റി വരാലോ. ഇതില് ഇനി ഞാൻ ചോദിക്കാൻ പോണത് എ എന്ന് പറയുന്നത് 3ഉം ബി എന്ന് പറയുന്നത് -2 ആണെന്ന് കരുതുക. അപ്പൊ എത്ര വരും? 3 - 2 1 അല്ലേ? അതിന്റെ മോഡുലസ് എന്ത് തന്നെ? 1 ആണ്. റൈറ്റ് സൈഡില് മോഡുലസ് ഓഫ്
3 അത് 3. മോഡുലസ് ഓഫ് -2 എത്രയാ? 2 3 2 5 5. അത് 1 ലെസ് ദാൻ ആരെക്കാളും 5-നേക്കാളും കുറവല്ലേ? അതെ. അപ്പൊ ഇനി ഇതിന് ട്രയാങ്കിൾ ഇനി ഇക്വാളിറ്റി എന്ന് വിളിക്കാൻ കാരണം സാറ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. ആ സർ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വെക്ടർ സം കാണുമ്പോൾ നമ്മള് ഇത് വെക്ടർ ഏത് വെക്ടർ പി ആണെങ്കിൽ ഇതാണ് വെക്ടർ സം. ഓർക്കുന്നുണ്ടോ? ഇതാണ് എന്താണ്? വെക്ടർ എ പ്ലസ് വെക്ടർ എ പ്ലസ് ബി. ഓക്കെ. അപ്പൊ മൂന്നാമത്തെ സൈഡ് ഒരു ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ സൈഡാണ് എ പ്ലസ് ബി അല്ലേ? അതെ. കിട്ടുന്നുണ്ടോ മക്കളെ? ആ സർ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ മൂന്നാമത്തെ സൈഡിന്റെ വലുപ്പം എന്ന് പറയുന്നത് മറ്റ് രണ്ട് സൈഡിന്റെ വലുപ്പത്തിന്റെ സമ്മിനേക്കാൾ കുറവായിരിക്കും. അതാണ് ട്രയാങ്കിളിന്റെ പ്രത്യേകത. അതെ. അല്ലെ? ഏതെങ്കിലും രണ്ട് സൈഡ് എടുത്തിട്ട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് മൂന്നാമത്തെ സൈഡിനേക്കാൾ ചെറുതായിരിക്കും. ചെറുതല്ല. ചെറുതല്ല. വലുതായിരിക്കും. വലുതായിരിക്കും. ശരിയാ. വലുതായിരിക്കും. പണിപാളി. നീ നേരെ തിരിച്ചാ പറയുന്നത്. ഇതാണ് രണ്ട് സൈഡിന്റെ സം എടുത്ത് ആഡ് ചെയ്താൽ അത് ഏത് രണ്ട് സൈഡ് എടുത്താലും മൂന്നാമത്തെ സൈഡിനേക്കാൾ വലുതായിരിക്കും അല്ലേ? ആ സർ. അപ്പൊ ഇത് മോഡ് ഇത് മോഡ് ബി അല്ലെ? ഇത് മോഡ് ഇത് മോഡ് ബി. അത് ഓരോന്ന് കൂട്ടിയാൽ നമുക്ക് അതല്ലേ വലുതായിരിക്കുക? അതെ സർ. ആരെക്കാളും ഈ മൂന്നാമത്തെ സൈഡായിട്ടുള്ള മോഡ് എ പ്ലസ് ബിനേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്? ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി. ഇതൊക്കെ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയില്ലാണ്ടാ? കേട്ടിട്ടത് അന്ന് പറഞ്ഞിട്ട് ഞാൻ. മാത്സ് പഠിക്കുന്ന ആൾക്ക് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട സംഗതി. ഭാവിയിലൊക്കെ ഇങ്ങനെ സാധനങ്ങൾ കേൾക്കുമ്പോ ഇതൊക്കെ ഞങ്ങൾ പണ്ടേ കണ്ടിരിക്കണു എന്ന് പറയണ്ടേ നമുക്ക്? റൈറ്റ്? പറയണം. ഞാനൊക്കെ കൃത്യം ഇരുന്ന് വെള്ളം കുടിച്ചിട്ടുണ്ട് ക്ലാസ്സിലിരുന്ന്. അതുകൊണ്ടാ പറയണേ. MSc ക്ലാസ്സിൽ പോയിട്ടേ അവിടെ ചെല്ലുമ്പോ അവര് എന്താ പറയുള്ളൂ എന്നറിയാം? ബൈ യൂസിങ് ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി വി വിൽ പ്രൂവ് വി ഹാവ് എന്നുകൊണ്ട് അങ്ങോട്ട് എഴുതി പോകും. നമുക്ക് ട്രയാങ്കിൾ ഉണ്ട്, റെക്ടാങ്കിൾ ഉണ്ട്, ഒരു മണ്ണാങ്കട്ടി ഇല്ലാണ്ടാണ് അവിടെ ചെയ്തിരിക്കണേ. മനസ്സിലായ പിള്ളേരെ? മനസ്സിലായി. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് ഇപ്പോഴത്തെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഈ ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി അറിയാതൊന്നും വേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് പറഞ്ഞ ഇതിനെ എ ആയിട്ട് എടുക്കാം, നമ്മൾ ഇതിനെ ബി ആയിട്ട് എടുക്കാം. നമ്മൾ ഇങ്ങോട്ട് പറയും മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ പ്ലസ് മോഡുലസ് ഓഫ് ജി ഓഫ് എക്സ് മൈനസ് എം. ക്ലിയർ ആയോ? ആ സർ. ക്ലിയർ ആയിട്ട്. ഇനി നമുക്ക് നോക്കിയേ. അപ്പോ ദിസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ ഈ ചങ്ങാതിയുടെ ലിമിറ്റ് നമുക്കറിയാം. എഫ് എക്സിന്റെ ലിമിറ്റ് എത്രയാ? എഫ് എക്സിന്റെ ലിമിറ്റ് ആരാ? എൽ അല്ലേ? എല്ലാണ്. ജി എക്സിന്റെ ലിമിറ്റ് ആരാ? എം ആണ്. എം ആണ്. അപ്പൊ ഇവര് പരസ്പരം അടുത്തിട്ട് ഇത് ലെസ് ദാൻ എപ്സിലോൺ, ഇതൊരു ലെസ് ദാൻ എപ്സിലോൺ എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ? പറയാം. അപ്പൊ അതുകൊണ്ട് ഒരു 2 എപ്സിലോണിലേക്ക് പോകും. അതിന് ഞാൻ കുറച്ച് വെടുപ്പാക്കാൻ വേണ്ടി ഞാൻ ഒരു പണി കൂടി പറഞ്ഞു തന്നു. ഓർക്കണ്ടാവോ? ബൈ 2. ബൈ 2. വെരി ഗുഡ്. അപ്പോ ലിമിറ്റ് ഓഫ് എഫ് എക്സ് ഈക്വൽ ടു നമുക്ക് എന്താണെന്നറിയാം? എല്ലാന്നറിയാം. അപ്പൊ അതുകൊണ്ട് എന്ത് പറയാം? ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ന് പകരം ഞാൻ എന്ത് പറയുന്നു? അതിന്റെ പകുതി എടുക്കണുള്ളൂ. ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ എപ്സിലോൺ ബൈ 2 ഗ്രേറ്റർ ദാൻ 0 we can find a delta. രണ്ട് പേരുള്ളൂ. ഞാൻ എന്തെന്ന് പറയുന്നു? Delta 1 ഉം Delta 2 കൊടുക്കണ്ടേ? അതെ. അപ്പൊ Delta 1 greater than 0 such that whenever 0 less than mod x minus a less than Delta 1 implies that modulus of fx minus l less than epsilon by 2. മക്കളെ, ഇതുപോലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വീണ്ടും പറഞ്ഞേ. ലിമിറ്റ് x tends to a f of g of x equal to ആരാ? m ആണ്. m ആണ്. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് അറിയാം ഈ എപ്സിലോൺ ഇത് തന്നെ, എപ്സിലോൺ ബൈ 2 തന്നെ. എപ്സിലോൺ ബൈ 2 greater than 0 there exists a delta 2 greater than 0 such that whenever less than modulus of x minus a less than Delta 2 Delta 2 implies modulus of g of x minus m less than epsilon by 2 ആയിരിക്കും. by 2 ആയിരിക്കും. ഓക്കേ, ക്ലിയർ ആയി? സർ ക്ലിയർ ആണ്.
ക്ലിയർ ആണ്. ഇനി നമുക്ക് ഇതിലേക്ക് വരിക. ഈ എഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ എന്ത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്? എഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ Epsilon by 2. ഇതോ? അതും എപ്സിലോൺ ബൈ 2. അപ്പൊ നമുക്ക് ഇവിടെ എപ്സിലോൺ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 പ്ലസ് എപ്സിലോൺ ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ അല്ലേ? ആ സർ. പക്ഷെ ഇവിടെ ഈ ഡെൽറ്റ 1 ഡെൽറ്റ 2 ഈ എക്സിന്റെ റേഞ്ചിങ് ഓട്ടം ഏഴ് അടുത്തേക്ക് വരുന്നതിൽ ഇവിടെ ഒരു സ്കാറ്ററിംഗ് ഉണ്ട്. എന്താ കാരണം? ഒരു സ്ഥലത്ത് ഡെൽറ്റ 1 മറ്റു സ്ഥലത്ത് എന്താ വരണേ? ഡെൽറ്റ 2 ആണ്. ഡെൽറ്റ ഹലോ ഹലോ പറയൂ. യെസ്. അപ്പൊ ഇവിടെ മക്കളെ അപ്പൊ ഇവിടെ ഡെൽറ്റ 1 ഉണ്ട്, പിന്നെ ആരാണ്? ഡെൽറ്റ 2. ഡെൽറ്റ 2 ഉണ്ട്. എക്സ് ആരോട് അടുത്തിരിക്കേണ്ട കാര്യം തന്നെയാ പറയണേ നമ്മള്? എനോട് എടുത്തിരിക്കും. ഏഴോട് അടുത്തിരിക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടിരിക്കുന്ന ആൾക്കല്ലേ രണ്ടും കൂടി സംഭവിക്കുക. ആ സർ. അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്ന ഡെൽറ്റ എന്തായിട്ട് എടുക്കുക? ഡെൽറ്റ എന്തായിട്ട് എടുക്കുക പറയുമ്പോഴേ ഈ ഡെൽറ്റ 1ന്റെയും ഡെൽറ്റ 2ന്റെയും ഏറ്റവും അതിൽ ഏതാണോ ചെറുത്? കേട്ടില്ല എന്താ പറഞ്ഞേ? ചെറിയ വാല്യൂ ആണോ ചോദിച്ചതാ? അതെ. ഡെൽറ്റ വിൽ ടേക്ക് ഇറ്റ് ആസ് എന്താ മിനിമം ഓഫ് ആരാ എടുക്കുക? ഡെൽറ്റ 1 ആൻഡ് ഡെൽറ്റ 2. ഡെൽറ്റ 1 ആൻഡ് ഡെൽറ്റ 2 മിനിമം എടുക്കാൻ കാരണം എന്താ മോളെ? മാക്സിമം എടുത്താലുള്ള കുഴപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം ഔട്ട് ആവും. ക്ലിയർ ആയോ? മാക്സിമം ഓഫ് ഡെൽറ്റ 1 ആൻഡ് ഡെൽറ്റ 2 എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് ഇനീക്വാളിറ്റിയിൽ ഇവിടെ രണ്ടെണ്ണല്ലേ, രണ്ട് ചങ്ങാതി ഉണ്ടല്ലോ. അതില് ഒരാൾ എപ്സിലോൺ ബൈ 2 ആവും, മറ്റാൾ എപ്സിലോൺ ബൈ 2 ആണ് നിർബന്ധമില്ല. കാരണം എന്താ? ആ ഡെൽറ്റ കുറച്ച് വലിപ്പം കൂടുതലാണെങ്കിലേ മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഏറ്റവും സേഫ് എന്തായിട്ട് എടുക്കുന്നതാണ്? മിനിമം എടുക്കുന്നതാണ്. അതായത് എന്നാലേ അവർ ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. ഞാൻ അന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇനി പരീക്ഷയ്ക്ക് പഠിക്കാൻ കാണാണ്ട് പഠിച്ചാൽ മതി. ഡെൽറ്റ എന്തായിട്ട് എടുക്കണ്ടേ? മാക്സിമം ആണോ മിനിമം എടുക്കണ്ടേ? മിനിമം എടുക്കണം. Therefore, whenever delta equal to minimum of delta 1 and delta 2, then we have modulus of fx plus gx minus L minus M should be less than എന്തായിരിക്കും? എപ്സിലോൺ. Epsilon. Therefore, conclusion എന്താ? Limit fx plus gx is equal to എന്താ? L plus M അല്ലെ? Limit of fx plus gxi. Limit of gx. അപ്പൊ ഇത് ചോദിച്ചാൽ എഴുതുക. സാധാരണ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ബി കെയർഫുൾ. ഇനി ഇതുപോലെ തന്നെ അത് ഒരുമിച്ചാണ് ചോദിക്കുന്നത്. 5 മാർക്കിന്റെ ചോദ്യം ആയതുകൊണ്ടാണ് തോന്നുന്നു ഒരുമിച്ചാണ് ചോദിക്കണേ. ലിമിറ്റ് ഓഫ് പിള്ളേരെ ഇത് എങ്ങനെയാ വരിക? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ സി ഇൻറ്റു എഫ് ഓഫ് എക്സ്. വാട്ട് ഈസ് ദ വാല്യൂ? കോൺസ്റ്റന്റ് വന്ന് എന്താ ചെയ്യുക നമ്മള്? സീനെ പുറത്തേക്ക് എടുത്തൂടെ? C into limit x tends to a f of x എന്ന് എഴുതാൻ പറ്റും. Got it? ഹലോ, ഇതാണ് അതിന്റെ അടുത്ത് പ്രൂവ് ചെയ്യേണ്ടത്. ഇതാണ് അടുത്തത് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് എങ്ങനെയാ പ്രൂവ് ചെയ്യുക? ഗിവൺ എന്തെന്ന് വിചാരിക്കുക മക്കള്? എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 വിചാരിക്കുക. എന്നിട്ട് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? മോഡുലസ് ഓഫ് സി എഫ് എക്സ് മൈനസ് ഇതിനെ നമുക്ക് സി എൽ എന്ന് വിളിച്ചൂടെ? എല്ലാരാ? ലിമിറ്റ് ഓഫ് എഫ് എക്സ് കേട്ടാ. ഓക്കെ, അപ്പോ സി എഫ് എക്സ് മൈനസ് സി എൽ എന്തായിരിക്കണം? ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കണം. ഇതനുസരിച്ച് നമ്മൾ എങ്ങനെ ഡെൽറ്റ ചൂസ് ചെയ്യണം എന്നുള്ളതാണ് പറയേണ്ടത്. ഇതനുസരിച്ച് എന്ത് ചൂസ് ചെയ്യേണ്ട കാര്യം പറയേണ്ടത്? ഡെൽറ്റ ചൂസ് ചെയ്യേണ്ട കാര്യം പറയേണ്ടത്. ഇത് ലെസ് ദാൻ എപ്സിലോൺ ആവണം. അതിന് മക്കളെ ഇത് മാത്രം എടുക്കാം.
സി എഫ് എക്സ് മൈനസ് സി എൽ. ഈ മോഡുലസ് എടുത്താൽ ദിസ് ഈസ് നത്തിങ് ബട്ട് മോഡ് സി ഇൻറ്റു മോഡ് എഫ് എക്സ് മൈനസ് എൽ എന്ന് എഴുതി കൂടെ ഉള്ളവരെ കോമൺ ആയിട്ട് ആരും എടുത്തു സാറ്? സി എടുത്തു. സി എടുത്തു. പിന്നെ എന്താണ് മോഡുലസ് ഓഫ് എ ബി ഈക്വൽ ടു മോഡ് എ ഇൻറ്റു മോഡ് ബി എന്നുള്ള പ്രോപ്പർട്ടി ഉപയോഗിച്ചു. മോഡ് സി ഇൻറ്റു മോഡ് എഫ് എക്സ് മൈനസ് എൽ. ഇതുവരെ വളരെ ശരിയല്ലേ? ഇനി ഈ ചങ്ങാതി ലെസ് ദാൻ എപ്സിലോൺ എന്നല്ലേ നമുക്ക് കിട്ടേണ്ടത്? പക്ഷെ നമ്മുടെ മനസ്സിലൊരു ഇൻസൈറ്റ് വരുന്നു, എഫ് എക്സ് മൈനസ് എൽ നമുക്ക് കുറവായിരിക്കും. കാരണം എന്താ? എഫ് എക്സിന്റെ ലിമിറ്റ് എന്താന്ന് തന്നിട്ടുണ്ട്. ലെസ് ദാൻ എപ്സിലോൺ തന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ എപ്സിലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ മോഡ് സി ഇൻറ്റു എപ്സിലോൺ എന്നാവില്ലേ പിള്ളേരെ? മോഡ് സി ഇൻറ്റു എപ്സിലോൺ ആവും. എനിക്ക് എപ്സിലോൺ തന്നെ ഒറ്റയ്ക്ക് തന്നെ കിട്ടണം വിചാരിക്കുക. എപ്സിലോൺ ബൈ മോഡ് സി എടുക്കാം. എപ്സിലോൺ ബൈ മോഡ് സി അല്ലെങ്കിൽ സി. അപ്പൊ നമുക്കറിയാം ഇങ്ങനെ എടുക്കാം. നമുക്ക് ഇങ്ങനെ അറിയാം ലിമിറ്റ് ഓഫ് എഫ് എക്സ് ഈക്വൽ ടു എന്തെന്ന് അറിയാം പിള്ളേരെ? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എ, ലിമിറ്റ് ഓഫ് എഫ് എക്സ് ഈക്വൽ ടു എന്തെന്ന് അറിയാം? എല്ലാണ് മക്കളെ. എവിടെ പോയി നിങ്ങൾ? ലിമിറ്റ് ഓഫ് എഫ് എക്സ് എന്താണെന്ന് അറിയാം? എല്ലാണെന്നറിയാം. ഈ എല്ലാണെന്ന് അറിയാം. ഓർഡിനറി അറിയാം എന്താ? എഫ് എക്സും എല്ലും തമ്മിലുള്ള അകലം എന്താണെന്ന് അറിയാം? ലെസ് ദാൻ എപ്സിലോൺ എന്നറിയാം. എപ്സിലോൺ എന്നറിയാം. അതിന് സാർ എടുക്കാൻ പോകുന്നത് വെച്ചാല് ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 പകരം ഗിവൺ എപ്സിലോൺ ബൈ മോഡ് സി ഗ്രേറ്റർ ദാൻ 0 എന്ന് എടുക്കും സാർ. സമ്മതിക്കോ നിങ്ങള്? നേരത്തെ എപ്സിലോൺ ബൈ 2 കൊടുത്തില്ലേ പിള്ളേരെ? നേരത്തെ എന്താ എടുത്ത ഞാൻ? എപ്സിലോൺ ബൈ 2. അത് എടുക്കാൻ കാരണം എന്താ? എപ്സിലോൺ ബൈ 2 പ്ലസ് എപ്സിലോൺ ബൈ 2 എപ്സിലോൺ ആവാൻ വേണ്ടിട്ട്. എനിക്ക് ഇവിടെ എഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ ബൈ സി എടുത്താൽ മോഡ് സി എടുത്താൽ ആര് വെട്ടിപ്പോളൂ? മോഡ് സി വെട്ടിപ്പോളൂ. എന്നിട്ട് ലെസ് ദാൻ എപ്സിലോൺ കിട്ടിക്കൊള്ളിയേ? കിട്ടും. അത് ആ കള്ളലാക്കാണ് എന്റെ കയ്യിലുള്ളത്. അപ്പൊ അതിന് നമ്മൾ ചെയ്യണത് എന്താ? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ ആണ്. ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, this epsilon by mod c is also greater than 0. നമുക്ക് എന്ത് പറയാം? 0 less than mod x minus a less than delta implies modulus of fx minus l less than എന്ന് പറയാം എപ്സിലോൺ ബൈ എന്ന് പറയുന്നത് mod c. അപ്പൊ ഞാൻ ഈ എപ്സിലോൺ ആയിട്ട് എടുക്കുന്നത് ഇവിടെ എപ്സിലോൺ ആയിട്ട് തന്നെ എടുത്തു. അതിന്റെ കൂടെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു ഞാൻ? മോഡ് സി കൊണ്ട് ഡിവൈഡ് ചെയ്ത എപ്സിലോൺ ആണ് ഞാൻ എടുക്കുന്നത്. അതിന്റെ കാരണം വ്യക്തമല്ലേ? കാരണം വ്യക്തം. ഇനി നോക്കൂ. അപ്പോ ഈ സാധനം എടുത്തു. ഓക്കെ. അപ്പോ മോഡ് എഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ എന്താണ്? ബൈ സി ആണ്. Therefore this will be less than mod c into epsilon divided by mod c അല്ലേ? ഇതിന് പകരം എന്ത് കൊടുത്തു പിള്ളേരെ? എപ്സിലോൺ ബൈ മോഡ് സി. അപ്പൊ എന്തായിട്ട് കിട്ടി? എപ്സിലോൺ ആയിട്ട് കിട്ടി. അപ്പോ whenever എപ്പോഴാ സംഭവിക്കുക? 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് എ ലെസ് ദാൻ എന്താവുമ്പോഴാണ് സംഭവിക്കുക? ഡെൽറ്റ. ഈസ് ഇറ്റ് ക്ലിയർ? യെസ് സർ. കാരണം ഞാൻ എപ്സിലോൺ ആയിട്ട് ആരെ എടുത്തേ? എപ്സിലോൺ ബൈ മോഡ് സി ആണ് എടുത്തത്. Therefore for given epsilon greater than 0, this epsilon by mod c is greater than 0. Whenever 0 less than mod x minus a less than delta, mod fx minus l less than epsilon by c mod c. കാരണം ലിമിറ്റ് ഓഫ് എഫ് എക്സ് എല്ലാണെന്ന് നമുക്കറിയാം. ഈ പാർട്ടിനെ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിന് പകരം എന്ത് കൊടുത്തു? എപ്സിലോൺ ബൈ മോഡ് സി കൊടുത്തു. മോഡ് സി വെട്ടിപ്പോയി. എന്ത് കിട്ടി? എപ്സിലോൺ കിട്ടി. ഇത് എപ്പോഴാ സംഭവിക്കുന്നത്? whenever 0 less than mod x minus a less than delta implies that modulus of c fx in minus cl is less than epsilon. Conclusion എന്താ? അപ്പോ limit of c fx is equal to c into limit of fx. ഇത് രണ്ടും കൂടി ഒരു പാക്കേജ് ആയിട്ടാ വേണ്ടത്. ചോദിക്കുകയാണെങ്കിൽ രണ്ടും കൂടി ചോദിക്കട്ടെ. 5 മാർക്ക്.
ആ സർ മക്കളെ കിട്ടിയോ? കിട്ടി. കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഓർക്കേണ്ടത് എപ്സിലോൺ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? മോഡ് സി വെച്ച് ഡിവൈഡ്. മോഡ് സി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ കുട്ടികൾക്ക് ഒരു സംശയം ഉണ്ട്, ആ സി 0 ആയ സാറ് പണി പാളിയില്ലേ, സാറ് ആരായി എന്ന് തോന്നില്ലേ? ഇല്ലേ കുട്ടികളെ? സി 0 ആയാൽ നമ്മൾ ആരാവും എന്നുള്ളൊരു ചോദ്യം വരില്ലേ നിങ്ങൾക്ക്? വരും. അത് നമ്മൾ പേടിക്കൊന്നും വേണ്ട. സി എഫക്സ് ചെയ്യുമ്പോൾ ആ എഫക്സിന്റെ ഗതി എന്താവും? സി എഫക്സ് അവിടെ വെച്ചിട്ട് തന്നെ അയാൾ എന്തായിട്ട് പോകും? ഇല്ലാണ്ടാവും. ഇല്ലേ, ഇത് 0 ഇല്ലേ? ആ സർ 0 ആയി. ഇവിടെ സി 0 ആവുമ്പോൾ ലിമിറ്റ് എന്തൊക്കെ തന്നെയായാലും ഇതാൾ എന്താവും? 0 ഇൻറ്റു ലിമിറ്റ് എഫക്സ് എന്ത് തന്നെയാ? 0 തന്നെയല്ലേ? ആ സർ. അപ്പൊ 0 ഈക്വൽ ടു 0 ബുദ്ധിമുട്ടാവോ? ഇല്ല സർ. ഇല്ല. അപ്പൊ അതുകൊണ്ട് ആ മോഡ് സി ഡിവൈഡ് ചെയ്യണത് സി എന്തല്ലാന്ന് വിചാരിച്ചിട്ടാണ്. 0 അല്ലാന്ന് വിചാരിച്ചിട്ടാണ്. 0 ആണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പ്രൂവ് ചെയ്യാനില്ല. കാരണം അത് 0 അവൻ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് വീട് പയ്യോളും. 0 ഇൻറ്റു എഫക്സ് 0. അതിന്റെ ലിമിറ്റും എന്ത് തന്നെയാ? 0 തന്നെയായിട്ട് വരും. 0 തന്നെ. യാതൊരു അപ്പൊ പ്രിസൈസ് ഡെഫിനിഷൻ വരുമ്പോൾ കുട്ടികൾക്ക് ചെറിയൊരു കല്ലുകടി ഉണ്ടാവാറുണ്ട്. ഈ എപ്സിലോൺ ഡെൽറ്റ എന്ന് പറയുന്നത് പിള്ളേർക്ക് തീരെ ഇഷ്ടമല്ല. ഞാൻ പഠിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമുണ്ടായില്ല. അതുകൊണ്ടായി പറയണേ പിള്ളേരെ. പക്ഷെ നമുക്ക് ഈ കഷായം കുടിച്ചല്ലേ പറ്റൂ. അതെ സർ. കഷായം കുടിച്ചല്ലേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് ഇത് 5 മാർക്കിന്റെ ഒരു ചോദ്യമാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഇനി മറ്റൊരു ചോദ്യം, 2 ബ്രാഞ്ച് ഫംഗ്ഷൻ ഒക്കെ തന്നിട്ട് പിള്ളേരെ എഫ് എക്സ് ഈക്വൽ ടു 2 വാല്യൂ ആയിട്ട് 1ഉം -ഉം 1 തന്നിട്ടുള്ള പ്രോബ്ലം ഇല്ലേ പിള്ളേരെ? എഫ് എക്സ് ഈക്വൽ ടു 1 if x less greater than or equal to 0 minus 1 if x less than 0. പുരിഞ്ചതാ? Prove that limit of f of x does not exist. Limit x tends to 0, f of x does not exist. Does not exist. ഇത് നമ്മൾ അന്ന് വിശദമായിട്ട് ചർച്ച ചെയ്തൊരു സംഗതിയാണ്. ഇതിന്റെ ലിമിറ്റ് എന്തില്ല എന്ന് പ്രൂവ് ചെയ്യണം പിള്ളേരെ? എക്സിസ്റ്റ് ഇല്ല. ഇതിന്റെ പടം നോക്കിയാൽ വളരെ വ്യക്തമാണ്. നമുക്ക് എന്താണ് പടം വരച്ചാൽ എന്താ? എക്സ് 0 അതിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ എഫ് എക്സ് എത്ര? 1 അല്ലേ? ഇതല്ലേ വരിക? ഹൊറിസോണ്ടൽ ലൈൻ. സോറി, എഫ് എക്സ് y ഈക്വൽ ടു 1. am I right? y ഈക്വൽ ടു 1 എഫ് ഓഫ് എക്സ്. ഫോളോ ചെയ്യണ്ട? ഇവിടെ ഈ പോയിന്റ് ഉണ്ടാവും കേട്ടോ. ഉണ്ടാവും. എക്സ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ ആരില്ല ഇവിടെ? ഞാനിവിടെ -1 ആണ്, ഇത് 1 ആണ്. അപ്പോ ഇതാണ് ലൈൻ. ഓക്കെ, ഇത് y ഈക്വൽ ടു -1 എന്ന് പറയുന്ന ലൈനും ഇതോ y ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. y ഈക്വൽ ടു 1. അപ്പൊ നമ്മൾ ഇവിടുന്ന് നെഗറ്റീവ് കൂടെ വന്നോണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ കൂടെ യാത്ര ചെയ്യാണ് പിള്ളേരെ. ഹലോ, തമിഴ്നാട്ടിൽ കൂടെ യാത്ര ചെയ്യാണ്. നെഗറ്റീവ് കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ബൗണ്ടറിയിലേക്ക് എത്തി, കേരള ബൗണ്ടറിയിലേക്ക് എത്തി. അവിടെ ഒരു നടയടി ഉണ്ട്. എന്താ കാര്യം? എന്താ നടയടി? ഇവിടെ ഒരു ചാട്ടുണ്ട്. എവിടേക്ക് ചാടി? ചാടി. -1 നിന്ന് കേരളത്തിലേക്ക് വരണമെങ്കിൽ നമ്മൾ കുറച്ച് ഉയർന്ന ലെവലിൽ ചിന്തിക്കുന്ന ആളല്ലേ? -1 നിന്ന് ഒരു ചാട്ടം ചാടി. അപ്പൊ എന്ത് പോയി അവിടെ? കണ്ടിന്യൂറ്റി പോയി. കണ്ടിന്യൂറ്റി പോകുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ലെഫ്റ്റ് ലിമിറ്റ് അറ്റ് -1 ഈസ് -1 അല്ലേ? ലെഫ്റ്റ് ലിമിറ്റ് അറ്റ് 0 ഈസ് എത്രയാ? ലെഫ്റ്റ് ലിമിറ്റ് അറ്റ് 0 എത്രയാ? -1. റൈറ്റ് ലിമിറ്റ് അറ്റ് 0 എത്രയാ? +1 ആണ്. അപ്പൊ അതിനിടയിൽ ചെറിയ ഗ്യാപ്പ് ഇല്ലേ? ചെറുതല്ല പിള്ളേരെ, വലിയ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് മറികടക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ലിമിറ്റ് എന്ത് ചെയ്യുന്നില്ല? എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ അത് പ്രിസൈസ് ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് കാണിച്ചു കൊടുക്കണം. വെറുതെ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, നമ്മൾ വിചാരിച്ചു എന്ത്? ഇയാള് മര്യാദക്കാരനാന്ന് വിചാരിച്ചു. എന്തുണ്ടെന്ന് വിചാരിച്ചു? ഇയാൾക്ക് ലിമിറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് എന്ത് വിചാരിക്കാം? അയാൾക്ക് എഫ് എക്സിന് ലിമിറ്റ് ഉണ്ട്, അയാളെ എല്ലാം വിചാരിച്ചൂടെ?
എക്സ് എവിടേക്ക് പോകുമ്പോഴാണ് സീറോയിലേക്ക് പോകുമ്പോൾ. സീറോയിലേക്ക് പോകും. അതിന്റെ ലിമിറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു, നമ്മൾ വലിയ കുഴപ്പത്തിൽ എന്ന് ചാടുന്നു പറഞ്ഞാ പോരെ. ആ സർ. എന്നിട്ട് അപ്പൊ പറയും അയ്യോ നമ്മുടെ വിചാരം തെറ്റായിരുന്നു, ഇങ്ങനെ തെറ്റിദ്ധാരണകൾ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യും. മനസ്സിലായോ? ആ സർ മനസ്സിലായി. ഇതുണ്ടെങ്കിൽ നമുക്കറിയാം ഫോർ ഗിവൺ എപ്സിലോൺ greater than 0 there exists a delta greater than 0 such that whenever 0 less than mod x minus 0 less than delta implies that modulus of fx minus l less than epsilon ആയിരിക്കണ്ടേ മക്കളെ? ആ സർ. ആ അല്ലേ? അതെ. ആയിരിക്കണം. എന്താണ് നമ്മളിവിടെ വിചാരിച്ചു വെച്ചേക്കണേ? ഇയാൾക്ക് എന്തുണ്ടെന്ന് വിചാരിച്ചു? ഇയാൾ മര്യാദക്കാരനാന്ന് വിചാരിച്ചു. എന്തുണ്ടെന്ന് വിചാരിച്ചു? ലിമിറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. എല്ലാം ഉണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഉടനടി പ്രിസൈസ് ഡെഫിനിഷൻ നമ്മുടെ കയ്യിലിരിക്കുകയാണ്. എന്താണ് പ്രിസൈസ് ഡെഫിനിഷൻ പറയണേ? എക്സും എയും തമ്മിൽ, എ എത്ര ഇവിടെ 0 ആണ്. ഓക്കെ, അവരുടെ ഡിഫറൻസ് ആ ഡിസ്റ്റൻസ് ഡെൽറ്റേനേക്കാൾ കുറവായാൽ എഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ എന്തായിരുന്നോളും? എപ്സിലോൺ ആവും. എപ്സിലോൺ ആയിക്കോളും. ക്യാൻ യു ഫോളോ? ആ സർ. ഇനി നമുക്ക് ഈ ചങ്ങാതിനെ തെറ്റാണെന്നല്ലേ പ്രൂവ് ചെയ്യണ്ടേ? അതെ. അതിന് ഞാൻ എടുക്കാൻ പോകുന്നത് ഒരു എപ്സിലോൺ, എനിക്കൊരു പെർട്ടിക്കുലർ എപ്സിലോൺ എടുത്തിട്ട് മാഷെ ഇത് ശരിയല്ലല്ലോ, പിന്നെ ഇത് ഇങ്ങനെ നേരെയാവാനാ എന്ന് പറഞ്ഞാ പോരെ? ആ മതി. പ്രൂഫ് ചെയ്യണമെങ്കിൽ മൊത്തം ശരിയാവണം അല്ലേ? ആ സർ. അതില് ഒരാള് തെറ്റിയിരുന്നെങ്കിൽ പണി പാളി അല്ലേ? ആ അപ്പൊ യെസ്, ഞാൻ പറഞ്ഞു കൊള്ളാക്കില്ല. അപ്പൊ വണ്ണിന്റെ അടുത്ത വാല്യൂ ആണ്. എപ്സിലോൺ ആരായിട്ട് എടുത്തു? എപ്സിലോൺ ആരായിട്ട് എടുത്തു പിള്ളേരെ? 1 ആയിട്ട് എടുത്തു ഞാൻ. എപ്സിലോൺ ആരായിട്ട് എടുത്തു? 1 ആയിട്ട് എടുത്തു. 1 ആയിട്ട് എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ 1 ആയിരിക്കും അല്ലെ കുട്ടികളെ? ആ സർ. അപ്പൊ അവിടെ ഒരു ഡെൽറ്റ ഉണ്ടാവില്ലേ? സച്ച് ദാറ്റ് 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് 0 ലെസ് ദാൻ ഡെൽറ്റ. ഈ ഇക്വേഷൻ കിട്ടിയോ പിള്ളേരെ? ഈ ഇക്വേഷൻ കിട്ടിയോ? കിട്ടി. സപ്പോസ് ഇനി ഇവിടെയും ഞാൻ ഒരു പോയിന്റ് എടുത്തിട്ട് കാണിച്ചു കൊടുക്കുക, നിങ്ങൾ പറഞ്ഞത് ഇവിടെ ശരിയല്ലല്ലോ, എപ്സിലോൺ ആയിട്ടുണ്ടെങ്കിലും ഈ കാര്യം ഇങ്ങനെയൊക്കെയാണ് ശരിയാവണില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാൻ പോണേ. എക്സ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ബൈ 2 എടുക്കണം പിള്ളേരെ. എക്സ് ഈക്വൽ ടു എന്ത് എടുക്കണം? -Δ/2. ഈ ഡെൽറ്റ പോസിറ്റീവ് ആണ്. ഡെൽറ്റ എന്താണ്? പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആണ്. അപ്പൊ മൈനസ് ഡെൽറ്റ എന്തായിരിക്കും? നെഗറ്റീവ് ആവും. നെഗറ്റീവ് ആവും. അതിന്റെ പകുതി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ എക്സ് ആരായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതെ. പുരിഞ്ചതാ? സർ. അപ്പോ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും പിള്ളേരെ? വാല്യൂ പറയും. -1 ആയിരിക്കും. -1 ആയിരിക്കും. എക്സ് നെഗറ്റീവ് ആയാൽ എഫ് എക്സ് എത്രയാണ്? -1 ആണ്. അപ്പൊ എഫ് ഓഫ് എക്സ് ഇവിടെ -1 ആണ്. ഇതുവരെ വളരെ ശരിയാണോ? കിട്ടിയോ പിള്ളേരെ? മനസ്സിലായി. ആണെങ്കിൽ മോഡ് എഫ് എക്സ് മൈനസ് എൽ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? മോഡ് എഫ് എക്സ് മൈനസ് എൽ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും മക്കളെ? മോഡുലസ് ഓഫ്, ഇൻസ്റ്റെഡ് ഓഫ് എഫ് എക്സ് വി ഹാവ് -1 മൈനസ് എൽ ലെസ് ദാൻ എന്തായിരിക്കും നമ്മുടെ എന്താ? 1 അല്ലേ? കിട്ടിയോ? ആ സാർ മനസ്സിലായി. ഇനി നമുക്ക് മോഡ് എ ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതാറ് എന്താ? -1 ലെസ് ദാൻ എ ലെസ് ദാൻ 1 എന്ന് എഴുതുന്ന പോലെ എന്ത് എഴുതും? -1 ലെസ് ദാൻ 1 -1 മൈനസ് എൽ ലെസ് ദാൻ 1 എന്ന് കിട്ടില്ലേ? ആ സാർ. ദാറ്റ് ഈസ് ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ മൊത്തം എല്ലാത്തിന്റെയും കൂടി ഞാൻ 1 ആഡ് ചെയ്തു എന്ന് കരുതാം. അപ്പൊ -1 + 1 ലെസ് ദാൻ -1 മൈനസ് എൽ + 1 ലെസ് ദാൻ 1 + 1. ശരിയാണോ? ആ സാർ. That is 0 less than minus L less than 2. ആ സാർ. കിട്ടിയോ? ആ സാർ മനസ്സിലായി. ഇതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവും പിള്ളേരെ. -2 less than L less than 0 ആവില്ലേ? സർ റിവേഴ്സ്. -2 less than 0 L less than 0 ആയി. ഓക്കെ, ഇതൊരു ഇക്വേഷൻ കിട്ടിയോ? കിട്ടി. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് എക്സ് ഈക്വൽ ടു -Δ/2 പകരം Δ/2 എടുക്കാൻ പോണേ പിള്ളേരെ.
എന്താ കൊടുക്കാൻ പോണേ? sir. Plus delta അപ്പോ എഫ് ഓഫ് എക്സ് എന്താവും? plus 1 ആവും. +1 ആവും. അപ്പൊ ഇവിടെ എന്താവും? 1 ആവും. 1 ആവും അല്ലേ? sir ആവും. ആ അപ്പൊ ഇവിടെ എന്താവും? 1 ആവും. 1 ആവും. +1 ആവും. -1 കാണുന്നിടത്തൊക്കെ plus 1 ആക്കുക. +1 ആയി. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരുമോ? ഇവിടെ എനിക്ക് എൽ ഒറ്റയ്ക്ക് ആവണം. -1 ചെയ്യാം. -1 ചെയ്യാം. അപ്പൊ ഇവിടെ ഞാൻ ചെയ്യേണ്ടത് ഇത് -1, ഇവിടെ +1 ഉണ്ട്, അതിന് പകരം ഇവിടെ -1, ഇവിടെ എന്താ ചെയ്യേണ്ടത്? -1. കിട്ടുന്നുണ്ടോ കുട്ടികളെ? തെറ്റിയിട്ടുണ്ടോ സാറ് ചെയ്തത്? പിള്ളേരെ ഇതെവിടെ പോയി നിങ്ങള്? ഇവിടെ ഉണ്ട് സർ. ഇവിടെ ഉണ്ട്, ഇവിടെ ഇത് -2 ലെസ് ദാൻ ഇത് രണ്ടും പോയിട്ട് -L അല്ലേ? സർ ലെസ് ദാൻ 0 എന്ന് വരും. ത്രൂ ഔട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇനീക്വാളിറ്റി വിൽ ബി റിവേഴ്സ്. 0 ലെസ് ദാൻ L ലെസ് ദാൻ 2. 0 ലെസ് ദാൻ L ലെസ് ദാൻ 2. നേരത്തെ എത്ര കിട്ടിയാണേ? -2 ലെസ് ദാൻ L ലെസ് ദാൻ 0. -2 ലെസ് ദാൻ L ലെസ് ദാൻ 0 എന്ന് കിട്ടിയാണ്. ഓക്കെ പിള്ളേരെ, രണ്ടെണ്ണത്തിലും കാലിട്ടുക. ഓക്കെ L 0 to 2 ഇടയ്ക്ക് കിടക്കണം. -2ന്റെയും 0ന്റെയും ഇടയ്ക്കും കിടക്കണം. മനസ്സിലായ? സർ. ഒരേ സമയം എനിക്ക് എന്റെ ചേട്ടന്റെ കൂടിയും കിടക്കണം, പിന്നെന്താണ് ചേച്ചിയുടെ കൂടിയും കിടക്കണം എന്ന് പറഞ്ഞ കാര്യം നടക്കുവോ പിള്ളേരെ? ആകെ നമ്മൾ ഒരാളല്ലേ ഉള്ളൂ. നമുക്ക് രണ്ടാളെ നല്ല ഇഷ്ടമാണ്. ഒന്നില്ലെങ്കിൽ അയാളുടെ കൂടെ പോണം, ഒന്നില്ലെങ്കിലല്ല അയാളുടെ കൂടി പോണം, ഇയാളുടെ കൂടി പോണം. എളുപ്പാണോ? അല്ല. അല്ല. അതായത് ഇത് പോസിറ്റീവ് ആകുമ്പോൾ അത് 0-നും 2-നും ഇടയ്ക്ക് കിടക്കണം. ഇവിടെയോ -2-നും 0-നും ഇടയ്ക്ക് കിടക്കുന്നത്. നോക്കിയേ, നല്ല രസല്ലേ? ഇന്റർവെൽ എടുത്തു നമ്മള് -2 to +2 എടുത്തു, 0 ഉണ്ട്. നമുക്ക് ഇവിടെ കിടക്കണം, ഇവിടെ കിടക്കണം. നടക്കണ കാര്യമാണോ? ഇല്ല, നടക്കില്ല. നടക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നടക്കാതിരിക്കാൻ കാരണം എന്ത് പറയും നമ്മള്? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ കുഴപ്പമുണ്ടായത് അല്ലേ? സർ. അപ്പോ എന്ത് ചെയ്യണം? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാനില്ല എന്ന് കൺക്ലൂഡ് ചെയ്യാം. Therefore നമ്മുടെ വിചാരം തെറ്റിപ്പോയി. This is a contradiction. ഒരേ സമയം ആരുടെ ഇടയ്ക്ക് എടുക്കുക എന്നുള്ളത്? -2-നും 0-നും ഇടയ്ക്കും, 0-നും 2-നും ഇടയ്ക്ക് എല്ലാം ഒരേ സമയം കെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എളുപ്പമല്ല, അസാധ്യമാണ്. അതുകൊണ്ട് നമ്മുടെ അസംഷൻ എന്തായിരുന്നു? തെറ്റായിരുന്നു. ഓക്കെ, ഇനി ഇതുപോലത്തെ 2 പ്രോബ്ലം കൂടി സാറ് ചെയ്തു തന്നിട്ടുണ്ടെന്ന് ഓർക്കുന്നുണ്ടാണ് പിള്ളേരെ? fx equal to 1 if x is rational, fx equal to 0 if x is irrational. അതിന്റെ പ്രൂഫ് ഒന്ന് നോക്കിയിട്ട് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി ഇനി എന്നാ. അതുപോലെ തന്നെ fx equal to 1 അല്ലേ ഇപ്പൊ ചെയ്തേ? x greater than 0 വരുമോ? സോറി, x less than or equal to 0 വരുമ്പോ എത്ര ചെയ്തേ? -1 ആണ് ഇതിലെടുത്തേ. ഇപ്പൊ എങ്ങനെ എടുത്തത് നമ്മള്? fx equal to x greater than or equal to 0 ആണെങ്കിൽ 1, x less than 0 ആണെങ്കിൽ -1. -1 ആണ് എടുത്തത് അല്ലേ? അതെ. തിരിച്ചും വരാട്ടോ, അതൊന്ന് എഴുതി വെച്ചേ. fx equal to, അതൊന്ന് എഴുതൂ, fx equal to 1 if x less than or equal to 0. ഇത് മക്കൾ ഇതുപോലെ തന്നെ ചെയ്യില്ലേ? ഹലോ,
ഇതുപോലെ തന്നെ ചെയ്യുക. അപ്പൊ അതിന്റെ വാല്യൂസ് അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്ന് മാറുന്നു മാത്രമേ ഉള്ളൂ. ആ സർ. ഓക്കെ. എക്സിന് ഏതൊക്കെ വാല്യൂസാണ് കൊടുക്കേണ്ടത്? മൈനസ് ഡെൽറ്റ ബൈ 2 പ്ലസ് ഡെൽറ്റ ബൈ 2. പ്ലസ് ഡെൽറ്റ ബൈ 2 കൊടുക്കുക. എപ്സിലോൺ എന്തായിട്ട് എടുക്കേണ്ടത്? 1 ആയിട്ട് എടുക്കണം. 1 ആയിട്ടാണ് എടുക്കണേ. എന്നിട്ട് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. എക്സിസ്റ്റ്. ചെയ്യുമോ? ആ സർ ചെയ്യും. ചെയ്യും. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ഈ പ്രോബ്ലം ആണ് ഉണ്ടാവുക, സാറിന്റെ അവസാനം പറഞ്ഞത്. അപ്പൊ ഒന്ന് എഴുതി പ്രൂഫ് ഇടുമോ മക്കള്? ഹലോ, എഴുതിയിട്ട് പ്രൂഫ് ഇടുമോ അതിന്റെ? ആ രാതുല് കഴിഞ്ഞ ദിവസം ഇട്ടായിരുന്നു. ഹിന്ദു ഇട്ടോളില്ലേ? ഹിന്ദു ഇടാം. ഇനി ഇതില് വേറെ ഒന്നുള്ളത്, അടുത്തൊരു പ്രോബ്ലം എഴുതി വെക്കുക. ലിമിറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ഇഫ് എക്സ് ലെസ് ദാൻ 0. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ഇഫ് എക്സ് ലെസ് ദാൻ 0. 0 if x greater than 0. 0 if x greater than 0. ഇതും സാറ് ചെയ്തിട്ടുള്ളതാണ് ക്ലാസ്സിൽ അന്ന്. അപ്പൊ ആർക്ക് പകരം വന്നേക്കണേ? പറയൂലേ? -1 പകരം 0 ആയിട്ടുള്ളൂ. അപ്പൊ ഗ്യാപ്പ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും എന്ത് എക്സിസ്റ്റ് ചെയ്യില്ല? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. സീറോയിലേക്ക് പോകുമ്പോൾ പ്രൂവ് ദാറ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു 0 എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇതേ പണി തന്നെയാണ്. പക്ഷെ സാർ അവിടെ എടുത്തിട്ടുള്ള വാല്യൂസിന് വ്യത്യാസം ഉണ്ടാവും. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. 0.1 ആയിട്ട് കണ്ടെടുത്തേക്കണേ അല്ലെ? ഡെൽറ്റ എപ്സിലോൺ. എപ്സിലോൺ 0.1 ആയിട്ടാണ് എടുത്തത്. എന്തായിട്ടല്ല എടുത്തേ? 1 ആയിട്ടല്ല എടുത്തേ. അപ്പൊ നമ്മള് പറഞ്ഞല്ലോ, തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഏതെങ്കിലും കുഞ്ഞൊരു നമ്പർ എപ്സിലോൺ എടുത്താൽ മതി. അത് കംപ്ലീറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കും നമ്മള്. പിന്നെ അതിൽ ഒരു ഇറാഷണൽ ആണ്. അടുത്തും കൂടി എഴുതി വെച്ചു. എഫ് എക്സ് ഈക്വൽ ടു 1 ഇഫ് എക്സ് ഈസ് റാഷണൽ, ഈക്വൽ ടു 0 ഇഫ് എക്സ് ഈസ് ഇറാഷണൽ. അത് ഞാൻ ചെയ്തു തന്നിട്ടുള്ളതാണ്. അതും പഠിച്ചു പോവുക. അങ്ങനെയാണെങ്കിൽ ഈ പ്രിസൈസ് ഡെഫിനിഷനിലത്തെ എല്ലാ കുന്തങ്ങളും അവസാനിച്ചു.